പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ നേട്ടമൊന്നും ഉണ്ടാവാതെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇത് നമ്മൾ പൂജയോ മന്ത്രമോ അല്ലെങ്കിൽ തട്ടിപ്പോ കൂടോത്രോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല. ഇത് ഞാൻ സ്വന്തമായിട്ട് സൃഷ്ടിച്ചെടുത്തതും അല്ല. ഇത് നമ്മൾ മറ്റൊരു ചാനലിൽ കണ്ടിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമൊക്കെ ഉണ്ടാവുകയും സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല മെച്ചമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു സംഭവമാണിത്. വലിയ ചിലവൊന്നും ഉള്ള കാര്യങ്ങളൊന്നും അല്ല ഇത് ചെയ്യുന്നതിന്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് കുറച്ച് കടുകാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് കടുക് എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കടുക് നമുക്ക് എടുക്കാം. കടുക് എടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ പാചകത്തിന് എടുത്തതിന്റെ ബാക്കി കടുകൊന്നും നമ്മൾ എടുക്കരുത്. എന്ന് പറയുന്നത് നമ്മൾ ആഹാരത്തിലൊക്കെ വറവിടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കടുക്. അപ്പോൾ അത് തന്നെ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് നമ്മുടെ നെഗറ്റീവ് എനർജി ഇല്ലായ്മ ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ കടുക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് കടുക് എടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള കടുക് എടുക്കാം. നമുക്ക് എത്ര വേണോ അത്രയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ 100 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് കടുകാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഇതിനായിട്ട് വേണ്ടുന്നത് നല്ല അടപ്പുള്ള ഒരു പാത്രം വേണം. നല്ല അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രം വേണം. ഒന്നുകിൽ നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും പാത്രം എടുക്കാവുന്നതാണ്. അടപ്പുള്ള ഏതെങ്കിലും പാത്രം എടുക്കാവുന്നതാണ്. അത് എടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്നത് മത്സ്യമാംസങ്ങളൊന്നും ഉപയോഗിച്ച പാത്രം ആയിരിക്കരുത്. അത് അങ്ങനെയുള്ള പാത്രം വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെയൊക്കെയുള്ള ഒരു ചെറിയൊരു പാത്രം വാങ്ങിക്കാൻ കിട്ടും. പ്ലാസ്റ്റിക്കിന്റെ തന്നെ ആയാലും മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് കുറച്ച് 5 രൂപ നാണയങ്ങളാണ്. 5 രൂപ നാണയം നമുക്ക് കുറച്ചെടുത്ത് വെക്കണം. അതും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഈ നാണയം നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഒരു തുണി വെച്ച് തുടച്ചെടുക്കുക, വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുക എന്തെങ്കിലും ചെയ്യാം. തുടച്ചെടുക്കുന്നതായിരിക്കും. കാരണം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം, കാരണം പല ആൾക്കാരുടെ കൈ മറിഞ്ഞ് വരുന്ന പൈസയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കാം. വെള്ളമയം ഇല്ലാതെ വേണം നമ്മുടെ കൈ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസം. കാരണം നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണമെന്നുണ്ടെങ്കിൽ നല്ല വിശ്വാസം വേണം. വിശ്വാസം ഇല്ലാതെ നമ്മൾ ഇനി എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പറയുന്നത് പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാലും വിശ്വാസം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും കാര്യം നടക്കത്തില്ല. നമ്മളിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉറപ്പായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യം സാധിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് ഇത് വെറുതെയാണ്, ഇത് തട്ടിപ്പാണ്, അല്ലെങ്കിൽ കള്ളത്തരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതൊന്നും നടക്കത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മളിപ്പോൾ ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ പാത്രം നന്നായിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തതാണ്. ഇതിലൊട്ടും വെള്ളമയം ഒന്നും ഇല്ലാത്ത പാത്രമാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഏത് സൈസിലുള്ള പാത്രം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഈ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഇപ്പോൾ 100 ഗ്രാം കടുകാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ 100 ഗ്രാം കടുകിന്റെ ആവശ്യമില്ല. കാരണം ഇത് ചെറിയൊരു പാത്രമാണ്. അതുകൊണ്ട് തന്നെ 100 ഗ്രാം കടുകിന്റെ ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള കടുക് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഏകദേശം ഈ പാത്രത്തിൽ ഒരു 3/4 ഭാഗത്തോളം കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ആ കവറിനകത്ത് നിന്ന് മുഴുവൻ കടുകും എടുത്തിട്ടില്ല. കാരണം അത്രയും കടുകിന്റെ ആവശ്യമില്ല, ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ. ഇപ്പൊ ഇത്രയും കടുക് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ കടുകിലേക്ക് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഈ 5 രൂപ നാണയത്തിൽ നിന്ന് ഒരു 5 രൂപ നാണയം ഇതുപോലെ ഇങ്ങ് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങ് വെച്ച് നമുക്ക് അതിലേക്ക് അമർത്തി വെച്ച് കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുകിനടിയിലായിരിക്കണം. ഇപ്പൊ കടുകിന്റെ മുകളിൽ ഭാഗത്ത് നമുക്ക് ഈ 5 രൂപ നാണയം കാണാനേ കഴിയുന്നില്ല. കടുകിനകത്തിരിക്കുകയാണ് ഈ 5 രൂപ നാണയം. അതേപോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് അടച്ച് ഭദ്രമായിട്ട് മാറ്റി ഒന്നുകിൽ നമുക്ക് പൂജാമുറിയിൽ വെക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അടുക്കളയിൽ എവിടെയെങ്കിലും നമുക്ക് സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂജാമുറിയിലും ഇത് നമ്മൾ 1 മാസം ഉപയോഗിക്കണം. 1 മാസം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പൂജാമുറിയിൽ സ്ത്രീകളൊക്കെ ആകുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് പൂജാമുറിയിൽ വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുക്കളയിൽ എവിടെയെങ്കിലും നല്ല വൃത്തിയായിട്ട് എവിടെയെങ്കിലും കൊണ്ടൊന്ന് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. മറ്റാരും കാണാതെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരും ഒഴികെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊന്നും കാണാത്ത രീതിയിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഇപ്പൊ അങ്ങനെ അങ്ങ് മാറ്റി വെക്കുക. അതിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യേണ്ടുന്നത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ദിവസങ്ങൾ മാത്രം വേണം ഇത് ചെയ്യാനായിട്ട്. ഒന്നുകിൽ ചൊവ്വാഴ്ച ദിവസം തുടങ്ങണം, ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം തുടങ്ങണം. ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രമേ നമ്മൾ ചെയ്യാവൂ. ഇപ്പൊ ഇന്നിപ്പോ ചൊവ്വാഴ്ചയാണ്. ഇന്നിപ്പോ ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഇനി ഇരിക്കുന്ന അടുത്ത കോയിൻ നമ്മൾ വെക്കേണ്ടത് അടുത്ത വെള്ളിയാഴ്ചയാണ്. കാരണം ചൊവ്വയും ആഴ്ചയിൽ 2 ദിവസമാണ് ഇത് വെക്കേണ്ടത്. അത് ചൊവ്വയും വെള്ളിയായിട്ടുള്ള രീതിയിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ദിവസങ്ങൾ എന്ന് പറയുന്നത് ദേവീ കടാക്ഷം കൂടുതലുള്ള ദിവസങ്ങളാണ് ഈ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ വെക്കാനായിട്ട് പ്രത്യേകം പറയുന്നത്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സമയം പുലർച്ചെ 6 മണിക്ക് 7 മണിക്കും ഇടയ്ക്ക് വേണം നമുക്ക് ഇത് ചെയ്യാനായിട്ട്. വെച്ചാൽ പുലർച്ചെ നമുക്ക് 6 മണിക്ക് 7 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രിയിൽ 8 മണി കഴിഞ്ഞ് 9 മണിക്ക് ഇടയ്ക്കുള്ള സമയത്ത്, 8 മണിക്കും 9 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. 8 മണിക്കും 9 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ദേവിയെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഈ നാണയം ഇതുപോലെ നമുക്ക് ഈ കടുകിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. കാരണം നല്ല രീതിയിൽ നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞതിന് ശേഷം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ നാണയം ഈ കടുകിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. ഇന്നിപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വേണം നമ്മൾ ഇനി ഇത് ചെയ്യാൻ. അടുത്ത വെള്ളിയാഴ്ച ഒന്നുകിൽ രാവിലെ 6 മണിക്ക് 7 മണിക്കോ ഇടയ്ക്കോ, അല്ലെന്നുണ്ടെങ്കിൽ രാത്രി 8 മണിക്കോ 9 മണിക്കോ ഇടയ്ക്കോ
ഉള്ള ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്യുക. പിന്നെ വരുന്ന ചൊവ്വാഴ്ച വേണം ചെയ്യാനായിട്ട്, പിന്നെ അടുത്ത വെള്ളിയാഴ്ച, അങ്ങനെ ചൊവ്വയും വെള്ളിയും മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇതിനിടയ്ക്ക് വെച്ച് ഇത് തുറന്ന് നോക്കുകയോ നാണയം എടുത്ത് നോക്കുകയോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യുകയോ ഒന്നും ചെയ്യണമെന്ന കാര്യമില്ല. ഇത് അതേപോലെ അവിടെ തന്നെ വെച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ ഇത് ഒരു മാസം ചെയ്യണം. ഒരു മാസം നമ്മൾ മുടക്കം കൂടാതെ ചെയ്യേണ്ടതാണ്. ഒരു മാസം 4 ആഴ്ച, 4 ആഴ്ചയും നമ്മൾ 2 ദിവസം വീതം മുടക്കം കൂടാതെ ചെയ്യേണ്ടതാണ്. ഇതെന്തെങ്കിലും കാരണവശാൽ മുടങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദോഷമൊന്നും വരത്തില്ല, പക്ഷേ നമുക്ക് നമ്മുടെ കാര്യം സാധിക്കത്തില്ല, അല്ലെങ്കിൽ കാര്യം നല്ല രീതിയിൽ സാധിച്ചു കിട്ടത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അല്ലാതെ ഇത് ചെയ്തുകൊണ്ട് നമുക്ക് ദോഷം വരികയോ നമ്മൾ എന്തെങ്കിലും നമുക്ക് ആപത്തൊക്കെ വരികയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുകൊണ്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാസത്തിലെ 4 ആഴ്ചയായിട്ട് നമ്മൾ 4 ആഴ്ച 2 കോയിൻ വീതം ആകുമ്പോൾ 8 കോയിൻ നമ്മൾ ഇതിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. ഈ 8 കോയിൻ ഈ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം 4ാമത്തെ ആഴ്ചയും കഴിഞ്ഞ് 4ാമത്തെ ആഴ്ച നമ്മൾ വെള്ളിയാഴ്ചയാണ് കഴിയുന്നതെങ്കിൽ നമ്മൾ ഈ കോയിൻ നിക്ഷേപിച്ചതിന് ശേഷം ഭദ്രമായിട്ട് അത് മാറ്റി വയ്ക്കുക. പിന്നത്തെ ചൊവ്വാഴ്ച, അതാ വെള്ളിയാഴ്ച തീരുകയാണെങ്കിൽ പിന്നത്തെ ചൊവ്വാഴ്ച, പിന്നത്തെ ആദ്യം വരുന്നത് ചൊവ്വാഴ്ചയാണല്ലോ. അപ്പോൾ ആ ചൊവ്വാഴ്ച മാത്രമേ നമ്മൾ ഈ പാത്രം തുറന്ന് ഈ നാണയം പുറത്തെടുക്കാവൂ. കാരണം അതിന് മുമ്പിട്ട് നമ്മൾ തുറക്കുകയോ നാണയം പുറത്തെടുക്കുകയോ അത് നാണയം അതിലുണ്ടോ നോക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ ഇതുപോലെ തന്നെ അങ്ങ് വെച്ചിരിക്കുക. ഇപ്പൊ 4ാമത്തെ ആഴ്ച ഒരു വെള്ളിയാഴ്ച ആണെങ്കിൽ പിറ്റേ ചൊവ്വാഴ്ച എടുക്കുക. അതല്ല ചൊവ്വാഴ്ചയാണ് 4ാമത്തെ ആഴ്ച വരുന്നത് എങ്കിൽ പിന്നെ വരുന്ന വെള്ളിയാഴ്ച നമുക്ക് ഇത് തുറന്നെടുക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ഇത് തുറക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും രാഹുകാല സമയത്ത് ഇത് തുറക്കാതിരിക്കുക. എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഉള്ള ഈ നാണയങ്ങൾ 8 നാണയവും പുറത്തെടുക്കാവുന്നതാണ്. 8 നാണയവും നമുക്ക് പുറത്തെടുക്കുമ്പോൾ 40 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ 40 രൂപ നമ്മുടെ ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കരുത്. ഒന്നുകിൽ നമുക്കത് ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചിയിൽ ഇടുകയോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാവപ്പെട്ട ആർക്കെങ്കിലും ഭക്ഷണം മേടിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ഭക്ഷണം മേടിക്കാൻ തന്നെ നമുക്കറിയാം, ഒരു ആഹാരം ഒന്നും മേടിക്കാൻ 40 രൂപ തികയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയും കൂടി ഇട്ട് അവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ 40 രൂപയ്ക്ക് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് നമുക്ക് മേടിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിലൊന്നും മേടിച്ചു കൊടുക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 40 രൂപയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് മേടിച്ചു കൊടുക്കാവുന്നതാണ്. ആവശ്യങ്ങൾക്ക് വേണ്ടി അത് എടുക്കാതെ മറ്റുള്ള പാവപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പൈസ മാറ്റി വയ്ക്കുക. നമുക്ക് ഈ 5 രൂപ നാണയം വേറെ നമ്മുടെ കൈവശം ഇനി ഇല്ല, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കൂടി ഈ 5 രൂപ നാണയം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 5 രൂപ നാണയത്തിന് ഈ 40 രൂപ മൂല്യമുള്ള മറ്റു നോട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് പാവപ്പെട്ടവർക്ക് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ചു കൊടുക്കാം. മേടിച്ചതിന് ശേഷം ഈ നമ്മൾ ഉപയോഗിച്ച ഈ 5 രൂപ നാണയം വീണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ അടുത്ത ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഉണ്ടാകുന്ന ഈ കടുകും അതുപോലെ തന്നെ ഈ പാത്രവും നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. വീണ്ടും നമുക്ക് 3 പ്രാവശ്യം കൂടി ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 പ്രാവശ്യം കൂടി ഈ കടുക് നമുക്ക് ഉപയോഗിക്കാം. അതല്ല ഫ്രഷ് കടുക് ഉപയോഗിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഒരു കാരണവശാലും നമ്മൾ ഇത് ഇങ്ങനെ ഉപയോഗിച്ച ഈ കടുക് നമ്മൾ പാചകത്തിന് ഒന്നും എടുക്കരുത്. ഇത് നമ്മൾ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്തോ വെള്ളത്തിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒഴുക്കി കളയാവുന്നതാണ്. ഇത് നമ്മളല്ലാതെ ഒരു കാരണവശാലും നമ്മൾ പാചകത്തിന് മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നും എടുക്കാതിരിക്കുക. ഇത് എല്ലാ ആൾക്കാർക്കും ചെയ്യാവുന്നതാണ്, സ്ത്രീകൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. കാരണം പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്താണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇത്. അതുകൊണ്ടാണ് നമ്മളിത് അടുക്കളയിൽ വെക്കണമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇത് തുറക്കുന്ന സമയത്ത്, ഇത് നമുക്ക് എടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സമയത്തൊന്നും നമ്മൾ എടുക്കരുത്. ഇത് എടുക്കുന്ന സമയം നമുക്ക് നല്ല വൃത്തിയുള്ള സമയമായിരിക്കണം. നമ്മൾ നല്ല ശുദ്ധിയായിട്ടിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ഒരു പക്ഷേ നമ്മളൊരു വെള്ളിയാഴ്ചയാണ് തുറക്കേണ്ടത്, അന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്ത ദിവസമാണ്, ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലാത്ത ഒരു ദിവസമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആഴ്ച എടുക്കരുത്. പിന്നത്തെ വരുന്ന ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ പിന്നെ വരുന്ന ഏത് ദിവസം ചൊവ്വയാണോ വെള്ളിയാണോ ഏത് ദിവസമാണ് ആദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം തുറക്കാവുന്നതാണ്. അതുവരെയും നമുക്കത് മാറ്റി വെച്ചിരുന്നാൽ മാത്രം മതി, തുറക്കാതിരുന്നാൽ മതി. കാരണം ഇത് നമ്മൾ ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ പാവങ്ങൾക്കോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ശുദ്ധമായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് എടുത്ത് ഉപയോഗിക്കുക, തുറന്നെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് തന്നെ ആകുമ്പോഴും നമ്മുടെ നെഗറ്റീവ് എനർജി എല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് കണ്ണിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്കറിയാലോ, പണ്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും കണ്ണുദോഷത്തിന് എടുക്കുന്നതിനും കടുകെടുക്കും. അതുപോലെ കൊതിക്ക് ഒതുക എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ ഉള്ളതിനും ഒക്കെ നമ്മൾ കടുകെടുക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള നെഗറ്റീവ് എനർജി ഇല്ലായ്മ ചെയ്യാൻ കടുകിന് വളരെയധികം ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എടുക്കുന്നത്. സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിങ്ങൾ തന്നെ പലരും പല വീഡിയോയിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എങ്കിൽ പിന്നെ ജോലിക്കൊന്നും പോകണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ജോലിക്കൊക്കെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ ജോലിക്കൊക്കെ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം. കർമ്മം ചെയ്യുക കർമ്മഫലം തരും ഈശ്വരൻ എന്നല്ലേ പറയുന്നത്. നമ്മുടെ കർമ്മം നല്ല രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാരൊക്കെ പറയില്ല, എന്ത് ജോലി ചെയ്തിട്ടും ഒരു പ്രയോജനവും ഇല്ല, ഒരു 10 പൈസ പോലും കയ്യിൽ മീതിയില്ല, എത്ര പൈസ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാലും അങ്ങ് ചിലവാണ്, ഒന്നും ഇത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, നമ്മുടെ കയ്യിൽ ഒരു പൈസ പോലും ഇരിക്കത്തില്ല എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ജോലിക്ക് പോകണ്ട എന്നോ അല്ലെങ്കിൽ വെറുതെ ഇത് ചെയ്തിട്ട് വെറുതെ വീട്ടിൽ കൈയും കിട്ടിയിരുന്നാൽ മതി, നമുക്ക് ആരെങ്കിലും കാശ് കൊണ്ട് തരുമെന്നോ എന്നൊന്നും അല്ല നമ്മൾ ഈ വീഡിയോയിലൂടെ ഒന്നും പറയുന്നത്. അതുപോലെ തന്നെ ഇതൊന്നും ചെയ്യണമെന്ന് ഞാൻ ആരും നിർബന്ധിക്കുന്നുമില്ല. വിശ്വാസമുള്ളവർക്ക് മാത്രം ചെയ്യാം. ഒരുപാട് പേർക്ക് വിശ്വാസമുള്ളത്, ഇപ്പൊ 12 എന്നുള്ള നമ്പർ ചെയ്തപ്പോഴും 6-9 എന്നുള്ള നമ്പർ ചെയ്തപ്പോഴും ഒക്കെ ഒരുപാട് പേർക്ക് വിശ്വാസമുള്ളവരുണ്ട്, ഒരുപാട് പേർക്ക് ഫലം കിട്ടിയവരും ഉണ്ട്. അപ്പോൾ അതിനെല്ലാം നെഗറ്റീവ് പറയേണ്ടുന്ന ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലം കിട്ടിയത് എഴുതിയതിന് ശേഷം ഫലം കിട്ടിയ ഒരുപാട് ആൾക്കാർ നമുക്ക് കമന്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിന് ഇരട്ടി ചിലവാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരു ഹോസ്പിറ്റലുകളിൽ കയറി തന്നെ നമുക്ക് നമ്മുടെ സമ്പാദ്യം മൊത്തം തീരുന്നതിന് ഹോസ്പിറ്റലിൽ മാത്രം കയറിയാൽ മതി. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ
അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരിക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പൈസ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയ്ക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ സേവ് ചെയ്യാനായിട്ട് പറ്റുമോ, കാരണം അധിക ചെലവൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് സഹായിക്കുക. ഈ ഹോസ്പിറ്റൽ ആവശ്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഒന്ന് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയൊന്നും ചെലവാക്കാത്ത ഒരു മാർഗ്ഗം ഉണ്ടാക്കി കിട്ടുക. അനാവശ്യ ചെലവുകളൊക്കെ മാറാനും അതുവഴി നമുക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും ഒക്കെ കഴിയുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ കിട്ടാതിരിക്കുന്ന, നമ്മൾ കൊടുത്തതിന് ശേഷം കിട്ടാതെ ഇരിക്കുന്ന കടം പൈസയൊക്കെ കിട്ടുക. അതുപോലെ തന്നെ ചിട്ടിയൊക്കെ കിട്ടാൻ നമ്മൾ കുറെ നാൾ കൊണ്ടേ ചിട്ടിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ചിട്ടിയൊന്നും കിട്ടാതിരിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് ജോലിയൊക്കെ കിട്ടുന്നതിനും, അതുപോലെ ജോലിയൊക്കെ ചെയ്യാനൊക്കെ പോയി പക്ഷെ നമുക്ക് വിചാരിക്കുന്ന നമുക്ക് ശമ്പളം ഒന്നും കിട്ടാത്ത ആൾക്കാർക്കൊക്കെ, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ശമ്പളമൊക്കെ ചെയ്യാനും, ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാത്ത എത്രയോ പേരുണ്ട്, അങ്ങനെയുള്ളവർക്ക് ശമ്പളമൊക്കെ കിട്ടുന്നതിനും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാകും എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ഇത് എഴുതി, അല്ലെങ്കിൽ ഇത് 12 എഴുതി, അല്ലെങ്കിൽ 6 9 എഴുതി, അല്ലെങ്കിൽ കടുകിൽ നാണയം ഇട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വെറുതെ വീട്ടിലിരുന്ന് ആഹാരം കഴിച്ച് വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആരും നമുക്ക് പൈസയൊന്നും കൊണ്ട് തരത്തില്ല. എവിടുന്ന് നമുക്ക് പൈസ കിട്ടത്തുമില്ല. നമ്മൾ വലിയ കഷ്ടപ്പാടിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. അതിന്റെ ഫലം കിട്ടുമ്പോൾ നമുക്ക് അത് അധികമായിട്ട് ചെലവായി പോവാതെ നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കുന്നതിന്, നമുക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഇതൊക്കെ. ജോലിക്ക് തന്നെ ഒരു ശമ്പളമൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് മാറി നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇത് ഒരുപാട് പേർക്ക്, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.